തിരുവനന്തപുരം വഞ്ചിയൂർ വെടിവെപ്പ് കേസിലെ പ്രതിയായ വനിതാ ഡോക്ടറുടെ പീഡന പരാതിയിൽ യുവാവ് അറസ്റ്റിൽ. തിരുവനന്തപുരം വള്ളക്കടവ് സ്വദേശി സുജിത് ഭാസ്കരനെ കൊല്ലം കണ്ണനല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. 2024 ജൂലൈ 28-ന് സുജിത്തിന്റെ ഭാര്യ ഷിനിക്ക് നേരെയാണ് വനിതാ ഡോക്ടർ വെടിയുതിർത്തത്. വെടിവെപ്പ് കേസിൽ പിടിയിലായപ്പോഴായിരുന്നു സുജിത്തിനെതിരെ വനിതാ ഡോക്ടർ പീഡന പരാതി നൽകിയത്. കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുൾ ചേരുന്നു. ഷമീർ, എന്താണ് യഥാർത്ഥ സംഭവം? ഇയാൾ പിടിയിലായതെന്തിനാണ്? അവരുടെ കേസിന്റെ വിശദാംശങ്ങൾ എന്താണ്? സനീഷ്, വഞ്ചിയൂർ വെടിവെപ്പ് കേസിലെ പ്രധാന പ്രതിയായ വനിതാ ഡോക്ടറുടെ പീഡന പരാതിയിലാണ് ഇപ്പോൾ ഈ യുവാവ് അറസ്റ്റിലായിട്ടുള്ളത്. ഇയാൾ ഒളിവിൽ കഴിയുകയായിരുന്നു. ഈ സുജിത് ഭാസ്കർ മാലദ്വീപിൽ ഒളിവിൽ കഴിഞ്ഞ ശേഷം ഇയാൾ കൊല്ലത്തേക്ക് വന്നിരുന്നു. കൊല്ലത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ PRO ആയി ജോലി ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇതിനുശേഷം ഇയാൾ വഞ്ചിയൂർ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തെങ്കിൽ പോലും പിന്നീട് ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങി മുങ്ങുകയായിരുന്നു. ഇതിനുശേഷം വിവിധ ഇടങ്ങളിൽ ഒളിവിൽ താമസിച്ച ശേഷം ഇയാൾ മാലദ്വീപിലേക്ക് കടന്നിരുന്നു. ഇതിനെ തുടർന്നാണ് സുജിത്തിന്റെ ഭാര്യ ഷിനി വനിതാ ഡോക്ടറെ പരിക്കേൽപ്പിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടും പരാതി നിലനിൽക്കുന്നു. ഒരു പീഡന പരാതി കൂടി ഇയാൾക്കെതിരെ നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇയാളെ ഇപ്പോൾ കൊല്ലത്ത് നിന്നും, ഇയാൾ ജോലി ചെയ്യുന്ന കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും എനിക്ക് ഒരു നിമിഷം, അതായത് 2024 ജൂലൈ 28-ന് സുജിത്തിന്റെ ഭാര്യ ഷിനിക്ക് നേരെ വനിതാ ഡോക്ടർ വെടിയുതിർത്തു. അതായത് ഇയാളെ ഇങ്ങനെ ഉപദ്രവിച്ചതിനെ തുടർന്നാണോ അവർ വെടിയുതിർത്തത്? അങ്ങനെയാണോ സംഭവം? തീർച്ചയായിട്ടും ഇവർ തമ്മിൽ അടുപ്പത്തിലായിരുന്നു എന്നൊരു സംശയത്തിന്റെ പുറത്തായിരുന്നു ഇവർ ഇത്തരത്തിലൊരു വെടിവെപ്പ് നടത്തിയത്. അതിനുശേഷം ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. വഞ്ചിയൂർ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നീട് ഒരു പീഡന പരാതി ഇയാൾക്കെതിരെ നൽകുകയാണ് ഉണ്ടായത്. ആ പീഡന പരാതി നൽകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കൊല്ലത്ത് ഇപ്പോൾ ഇയാൾ അറസ്റ്റിലായിട്ടുള്ളത്. പീഡന പരാതിയിലാണ് സുജിത്തിനെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. എന്തായാലും അല്പസമയത്തിനകം കൊല്ലം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇയാൾ ഹാജരാക്കുമെന്നാണ് ഇപ്പോൾ കണ്ണനല്ലൂർ പോലീസ് വ്യക്തമാക്കുന്നത്. സനീഷ്, ശരി, നന്ദി ഷമീർ വിവരങ്ങൾക്ക്.